തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗം ചേരുകയാണ്. നിരവധി വിഷയങ്ങളുണ്ട് കോർപ്പറേഷൻ കൗൺസിലിൽ ചർച്ച ചെയ്യാൻ. വോട്ടർ പട്ടികയിലെ ക്രമക്കേട്, റോഡിലെ കുഴി, പാർക്കിംഗ് ടവറിൽ നിരന്തരം വാഹനങ്ങൾ കുടുങ്ങുന്ന സംഭവം, നികുതി പിരിവ് തുടങ്ങിയ വിഷയങ്ങളാണ് കോർപ്പറേഷൻ കൗൺസിലിൽ പ്രധാനമായും ചർച്ചയാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്ത് പറഞ്ഞാലും കാര്യമില്ല. ഇതിനൊക്കെ രേഖകളുള്ളതാണ്. 2011 ജനുവരി 14 കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് ചേരുന്നുണ്ട് കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ നിന്നും. അഭിജിത്ത്, ഇപ്പോൾ ഏത് വിഷയത്തിലാണ് ചർച്ച നടക്കുന്നത്? പ്രതിപക്ഷം പൂർണ്ണമായും കൗൺസിൽ യോഗത്തോട് സഹകരിക്കുകയാണോ? ലിബീഷ, നമുക്കറിയാം കഴിഞ്ഞ തവണ നടന്ന സംഭവവികാസങ്ങൾക്ക് വലിയൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തവണത്തെ കൗൺസിൽ യോഗം ആരംഭിക്കുന്നത് എന്ന്. കാരണം കഴിഞ്ഞ തവണ 10ഓളം പ്രതിപക്ഷ, അതായത് കോൺഗ്രസിന്റെ കൗൺസിലർമാരൊക്കെ സസ്പെൻഷൻ നേരിട്ടിരുന്ന അവരുടെ സസ്പെൻഷനൊക്കെ പിൻവലിച്ചതിന് ശേഷം ചേരുന്ന കൗൺസിൽ കൂടിയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിരവധി വിഷയങ്ങൾ ഇക്കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാമത്തെ അജണ്ടയായി വന്നിരിക്കുന്നത് നികുതി വിഷയം സംബന്ധിച്ചിട്ടുള്ളതാണ്. ഇത് കഴിഞ്ഞ തവണകളിലടക്കം പ്രതിപക്ഷം വലിയ രീതിയിൽ ഉന്നയിച്ചിരുന്ന ഒരു വിഷയം കൂടിയാണ്. അതിനു മുന്നേ കൗൺസിൽ യോഗം ആരംഭിച്ചത് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അടക്കമുള്ള നേതാക്കൾക്കും അതുപോലെ തന്നെ ഇവിടെ അപകടത്തിൽ മരിച്ച ലിബിനും അടക്കമുള്ളവർക്കാണ് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് കൗൺസിൽ ആരംഭിച്ചത്. അതിൽ തന്നെ ഒരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി. പ്രതിപക്ഷ കൗൺസിലറായ ജോൺ ഡാനിയലാണ്, അതായത് അയ്യന്തോളിൽ അപകടത്തിൽ മരിച്ച യുവാവിനെ വാഹനാപകടത്തിൽ മരിച്ചു എന്ന് അനുശോചിച്ചു. ഇതിനെതിരെ ജോൺ ഡാനിയൽ രംഗത്ത് വന്നു. അത് വാഹനാപകടം ആയി എടുക്കരുത്, അതിനെ ആ രീതിയിൽ കാണരുത്, കുഴിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ഒരു അപകടത്തിലാണ് അദ്ദേഹം മരിച്ചതെന്ന് പറഞ്ഞ് ആരോപണം ഉണ്ടായി. ഇതിനെ അപ്പോൾ തന്നെ ഭരണപക്ഷം തള്ളിക്കളയുന്നു. ഇതിന് പിന്നാലെ പൊതുചർച്ച ആവശ്യപ്പെട്ട് രാജൻ ജെ പല്ലൻ, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ രംഗത്ത് വരുന്നു. അപ്പോഴും മേയർ ഇടപെടുന്നു. അതും ചൊല്ലി വീണ്ടും ഒരു ചെറിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉടലെടുക്കുന്നു. മേയർ ഉടൻ തന്നെ ഇടപെട്ട് ഈ പൊതുചർച്ച താൻ അനുവദിക്കും, അത് അജണ്ടകൾക്ക് ശേഷം മാത്രമാകും അനുവദിക്കുക എന്ന് പറയുന്നു. ഇതിൽ ചെറിയ ഒരു പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു ഉണ്ടായി. അത് BJPയുടെയും കോൺഗ്രസിന്റെയും അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്നാൽ ഇത് കൂസാക്കാതെ മേയർ അജണ്ടകളിലേക്ക് കടക്കുകയായിരുന്നു. എന്തായാലും ആദ്യത്തെ അജണ്ട തന്നെ നികുതി പിരിവുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ വലിയ രീതിയിലുള്ള നികുതി പിരിവ് കോർപ്പറേഷൻ നടത്തുകയുണ്ടായി. അത് സർക്കാരിന്റെ ഒരു മാനദണ്ഡ പ്രകാരമായിരുന്നില്ല. അതായത് മുൻകൂട്ടി നേരത്തെ കോടതിയുടെയും സർക്കാരിന്റെയും വിധി മാനിക്കാതെ അതിന് മുന്നേ ഉള്ളവരിൽ നിന്ന് പോലും അധിക നികുതി കോർപ്പറേഷൻ ഈടാക്കി എന്നുള്ള വലിയൊരു ആരോപണമാണ് ഉണ്ടായത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ 170ഓളം പേർ ഇതിനെതിരെ കോടതിയിൽ പോയിരുന്നു. ഹൈക്കോടതി കോർപ്പറേഷനെതിരെ ഉള്ള ഒരു വിധിയാണ് പ്രഖ്യാപിച്ചത്. എന്നാൽ ആ ഒരു വിധിയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സുപ്രീം കോടതി അല്ലെങ്കിൽ ഹയർ അപ്പീൽ നൽകാൻ കോർപ്പറേഷന്റെ ഒരു തീരുമാനം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അജണ്ടയാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. അതിൽ വളരെ വികാരഭരിതനായിക്കൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ എതിരെ സംസാരിച്ചത്. കാരണം ഈ ഒരു നികുതി പിരിവ് ഇപ്പോഴത്തെ LDF ഭരണസമിതി ഉന്നയിക്കുന്നത് ഇത് മുൻ ഭരണസമിതി, അതായത് 10 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന UDF രാജൻ പല്ലന്റെ നേതൃത്വത്തിലുള്ള UDF ഭരണസമിതിയാണ് വീഴ്ചയ്ക്ക് കാരണം. അതുകൊണ്ടാണ് കോർപ്പറേഷന് കൂടുതൽ നഷ്ടപ്പെടാൻ ഇടയായത് എന്നെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഭരണസമിതി രംഗത്ത് വരുന്നു. അതിനെതിരെ വളരെ വികാരഭരിതനായി തന്നെ രാജൻ ജെ പല്ലൻ രംഗത്ത് വരികയാണ്. കാരണം കണക്കുകളും വികസനത്തിന്റെ നേട്ടങ്ങളും എല്ലാം അക്കമിട്ട് നിരത്തിക്കൊണ്ടായിരുന്നു ഇതിന് മറുപടിയായി രാജൻ ജെ പല്ലൻ വരുന്നത്. തന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു വീഴ്ച പറ്റിയത് എന്ന് തെളിയിക്കാൻ പ്രത്യേകമായ അന്വേഷണം വേണം. അതും ലോക്കൽ ഓഡിറ്റ് ജനറലെ കൊണ്ട് അന്വേഷിച്ച് ആരാണോ കുറ്റക്കാർ അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഇപ്പോൾ പ്രമേയത്തിലൂടെ രാജൻ ജെ പല്ലൻ ആവശ്യപ്പെടുകയുണ്ടായി. എന്തായാലും ആ ഒരു കാര്യത്തിലുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യ അജണ്ടയിൽ നിന്നും ഉള്ള ചർച്ചകൾ നടക്കുകയാണ്. ഈ പ്രതിപക്ഷ നേതാവിന്റെ ഇത്തരത്തിലുള്ള പ്രമേയത്തിനെതിരായി ഇപ്പോൾ ഭരണപക്ഷ കൗൺസിലർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യോഗ നടപടികൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതിന്റെ ആദ്യ അജണ്ടയിൽ കടന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒട്ടേറെ വിഷയങ്ങൾ ഇതിനോടകം ചർച്ച ചെയ്യാനുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാകും അതിനുശേഷമാകും പൊതുചർച്ചയിലേക്ക് കടക്കുക. എന്തായാലും എത്തരത്തിലാകും ഇനി ഇതിനെ ഭരണപക്ഷം നോക്കിക്കാണുക എന്നത് സംബന്ധിച്ചും ഇപ്പോൾ ചർച്ചകൾ അല്പം നീങ്ങിയതിനു ശേഷം മാത്രമേ വ്യക്തമാകുകയുള്ളൂ. ദിലീഷ്, തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗം പുരോഗമിക്കുകയാണ്. സുഗമമായി തന്നെ അജണ്ടകൾ മുന്നോട്ട് പോകുന്നു. പൊതുചർച്ചയിലായിരിക്കും സ്വാഭാവികമായിട്ടും വിമർശനങ്ങളും വലിയ വാഗ്വാദങ്ങളുമൊക്കെ ഉണ്ടാവുക. അഭിജിത്താണ് വിവരങ്ങൾ നൽകിയത്.
2016 പിന്നീട് മാറി വന്നപ്പോൾ 2016 മുതലാണ് നികുതി വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. ആ നികുതി വർധനവാണ് നടപ്പിലാക്കിയേ കഴിയൂ. നമുക്കറിയാം 2018 വന്ന പ്രളയം, 2019 വന്ന പ്രളയം. അന്നത്തെ ഈ കൗൺസിലൊക്കെ ഒന്നും കൂടിയിട്ടില്ലേ? ഞാനന്ന് കൗൺസിലൊക്കെമല്ല. ഇത് മാറ്റിവെക്കണമെന്ന് ഐക്യകണ്ഠേനയാണ് ആവശ്യപ്പെട്ടുള്ളത്. നികുതി വർധനവ് തൽക്കാലം മാറ്റിവെക്കണം. അപ്പോഴും അങ്ങനെ മാറ്റിവെക്കപ്പെട്ടതാണ്. 2020 വന്ന കോവിഡ് ഈ കാരണങ്ങൾ കൊണ്ട് നീട്ടിവെക്കപ്പെട്ടതാണ്. 2023 നടപ്പിലാക്കുമ്പോൾ അന്നത്തെ ഗവൺമെന്റ് ആണ് 2016 വരെ പിരിക്കേണ്ടത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സർക്കാരിൽ നിന്നും ഈ കൗൺസിൽ പാസാക്കി അയച്ചത് വാങ്ങുന്നത്. അതിൽ തന്നെ 2016 മുതലുള്ള പിഴപ്പലിശയും പിഴപ്പലിശയും ഒഴിവാക്കാനുള്ള ഉത്തരവ് കൂടി ഈ 2024 വാങ്ങിയിട്ടാണ് ഈ നികുതി പിരിവിന് ഈ കൗൺസിൽ വളരെ ഉത്തരവാദിത്തപൂർവ്വം ഇറങ്ങിയിട്ടുള്ളത്. ഇത് ജനങ്ങളെ കൊള്ളയടിക്കലല്ല, നികുതി പിരിക്കുക എന്നുള്ളത് കൗൺസിലിന്റെ ചുമതലയാണ്. അത് ആര്, ഞാനല്ല, ആര് ശ്രീ എം കെ വർഗീസ് ആര് മേയറായാലും അവിടെ മേയർ ആയി ആ ചെയറിൽ ആരിയ്ക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഡെപ്യൂട്ടി മേയർ, അതിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ഫിനാൻസ് കമ്മിറ്റിയുടെ ചെയർമാൻ ആണെങ്കിൽ അവരുടെ പൂർണ്ണ ഉത്തരവാദിത്തമാണ്. ഇതിൽ തന്നെ എന്തുകൊണ്ടാണ് ഈ വീഴ്ച വന്നതെന്ന് വ്യക്തമാവുന്നില്ലേ? ഒന്ന് പിരിക്കേണ്ട ഒരു കൗൺസിൽ തീരുമാനിക്കുക, വേറൊന്ന് ഇന്ന് കോടതി എന്തുകൊണ്ടാ കോടതി ഇത് പിരിക്കേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. കോടതി ഇതിൽ ചൂണ്ടിക്കാണിച്ച തെറ്റെന്താണ്? അന്ന് ഈ കാര്യം മറ്റു രീതിയിൽ പത്രങ്ങളിലൊക്കെ പ്രസിദ്ധീകരിക്കുകയും കരടൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇത് അവസാനത്തെ തീരുമാനം. ഈ തീരുമാനം ഒരു വിജ്ഞാപന പ്രകാരം അറിയിക്കപ്പെടണം. ആ വിജ്ഞാപനം നടത്തുന്നതിൽ, ആ വിജ്ഞാപനം കൊടുക്കുന്നതിൽ അന്നത്തെ പിഴവ് പറ്റി, അത് ആർക്കൊക്കെ പിഴവ് പറ്റിയ സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, അന്നത്തെ മേയർ, ഈ 3 പേർക്കും വരും. അത് പ്രകാരമാണ് ശ്രീ രാജൻ പല്ലൻ അന്നത്തെ മേയറാണ്. അല്ലാണ്ട് ശ്രീ രാജൻ പല്ലൻ എന്ന വ്യക്തിയല്ല, അന്നത്തെ ചെയർ അദ്ദേഹമാണ്. അപ്പൊ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ ജനങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങളിൽ പൊടിയിട്ടുകൊണ്ട് ഇക്കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഈ സർക്കാർ, ഈ സ്ഥാപനം ഇവിടെ കിട്ടേണ്ട തുക ഈ നികുതി പിരിച്ചില്ലെങ്കിൽ ഇവിടെ എങ്ങനെയാ വികസനം നടത്തുക? 60 ലക്ഷം രൂപ ഓരോ ഡിവിഷനിലേക്കും തരണമെന്ന് പറഞ്ഞപ്പോൾ ഞാനടക്കം പറഞ്ഞതാണ് 60 ലക്ഷം പോരാ, അത് 1 കോടിയാക്കണമെന്ന്. ഈ 1 കോടി 2 കോടിയും ആക്കുന്നത് ഏതെങ്കിലും മുന്നണിയോ പാർട്ടിയോ സംഭാവന പിരിച്ചിട്ട് ചെയ്യാൻ കഴിയുമോ? അതാണ് നികുതി പിരിക്കുന്നത്. ആ നികുതി പിരിക്കുന്നതിൽ എന്താണ് നമുക്ക്? തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. നികുതി പിരിവിന്മേലുള്ള അജണ്ടയിൽ ഊന്നി നിന്നാണ് ചർച്ച പുരോഗമിക്കുന്നത്.